എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പൊ ഈ മൂവിയുടെ കഥ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു സ്ത്രീക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതില് ചേരുന്നു, അവിടുന്ന് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പൊ ശരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ എന്നുള്ള ഒരു ഫാക്ടർ വരുന്നോണ്ടാണ് ഇങ്ങനെ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് വേറെ പ്രശ്നങ്ങൾ വരുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ ചോദ്യത്തിന് ഒറ്റ വരി നമുക്ക് എന്ത് ലഹരി ഉണ്ടെങ്കിലും കുടുംബമായിരിക്കണം നമ്മുടെ ലഹരി എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. അല്ലെ, നമ്മൾ എന്തും ഒന്നും വേണ്ടെന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഡയലോഗ് പറയും, പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരിയല്ലേ? പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യം, ആ സൗകര്യം ഇച്ചിരി ആരും കൂടിപ്പോയി, ഈ കുടുംബശ്രീക്ക് കൂടിപ്പോയി. അതുവഴി ഈ ഭർത്താവിനുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളാണ് നമ്മൾ നർമ്മത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള പെണ്ണായിരുന്നില്ല അവളത് നമ്മളെ കൈവശത്ത് കൊണ്ടെത്തിക്കുന്നു. അപ്പൊ ഒരു മെയിൽ ഈഗോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ സിനിമയിലുണ്ട്. നമുക്ക് ചിന്തിക്കും, അതായത് സാഹചര്യം അങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ പ്ലേയില് ഞാനത് അങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം. പിന്നെ രണ്ട് കഥകളുടെ സമന്വയമാണ് നമ്മുടെ ഈ സാധനം. അപ്പുറത്ത് ഷാജോൻ ചേട്ടൻ പോലീസും ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു വളരെ ഇത് എന്തൊക്കെയാണെന്നൊക്കെ രീതിയിലേക്ക് പോയിട്ട് ഞങ്ങൾ ആ രീതിയിൽ 2 മണിക്ക് ഞങ്ങൾ ഒപ്പിച്ചതാണ്. അല്ല, ഇത്തിരി ഉണ്ടായിരുന്നില്ലേ, അതിനെ ഇങ്ങനെ ശ്രീകുമാർ സാറിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ കഥ പറയണം പക്ഷെ പറയാനും പറ്റില്ല. ഡയറക്ടർ ഒരു വരി പറഞ്ഞ ഒരു കറക്റ്റ് വരി പറയാം. ഇതിനകത്ത് പള്ളിയിൽ അച്ഛൻ പറയുന്ന ഡയലോഗുണ്ട്, ദാമ്പത്യത്തിലും സാമ്പത്യത്തിലും വിഷയമുണ്ടാവുന്ന കുടുംബ സ്ത്രീകളാണ് കുഞ്ഞാടുകളായി കർത്താവിൽ അഭിമുഖം. ഇത് നേരത്തെ ഇന്റർവ്യൂ ഡയറക്ടർ പറഞ്ഞോണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു എലമെന്റ് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. നമ്മളെന്താ പറയാ, അവർ ഇന്റർവ്യൂ കേട്ടിട്ട് അവര് പറഞ്ഞ നമുക്ക് പറയാം. നമ്മുടെ പേരിലുള്ള 2 പോസ്റ്റാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, അവര് പറഞ്ഞത് നമ്മൾ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഒന്നാം പ്രതി അവരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കുടുംബമാണ് ലഹരി എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ എല്ലാം ഇതാണല്ലോ, എല്ലാം ഫോണാണല്ലോ. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അനേകം വിഷയം തന്നെയാണ്. എന്നാൽ ഒരു വൾഗാരിറ്റി ഇല്ലാതെ നമ്മൾ ഞാൻ എഴുതിയോണ്ട് പറയല്ല, പ്രിവ്യൂഷനിൽ ഞങ്ങൾ എല്ലാരും കണ്ടതിന്റെ ടോട്ടാലിറ്റി പറയാം. ഇപ്പൊ ഈ സിനിമയുടെ ടൈറ്റിൽ ഇട്ടതും പ്രൊഡ്യൂസറാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ടൈറ്റില് ഇപ്പൊ ഫോം ചെയ്യുന്ന സമയത്ത് സാർ ഇപ്പൊ റൈറ്റർ എന്ന നിലയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? എനിക്ക് ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിൽ ഞാനും മഹേഷ് ഏട്ടനും ഇരുന്ന സമയത്ത് ആ ചർച്ചയിലൂടെയാണ് എന്ത് കിട്ടിയത്. സ്ക്രിപ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് കിട്ടി, കുടുംബശ്രീ കുഞ്ഞാണ് കിട്ടി. അപ്പൊ എനിക്ക് നാവശ്യാക്കുന്ന ഒരു ഉപദേശമുണ്ട് നമ്മുടെ ഡയറക്ടർ, നമ്മൾ ക്ലൈമാക്സ് കണ്ടുപിടിച്ചാല് പിന്നെ അങ്ങോട്ട് എത്തപ്പെട്ടാൽ നാവശ്യാന്ന് ഉപദേശിച്ചത് പ്രശ്നമുള്ളൂ. അപ്പൊ ഇവിടെ എന്തായി, കുടുംബശ്രീ കുഞ്ഞാടും എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അവിടെ ലാൻഡ് ചെയ്തു. അപ്പൊ അവിടുന്ന് 2.5 മണിക്കൂർ നമുക്ക് എങ്ങോട്ട് സഞ്ചരിച്ചാൽ മതി, അവിടെ സഞ്ചരിച്ചാൽ മതി. അതിന്റെ ഒരു യാത്രയായിരുന്നു നമ്മുടെ ഈ സ്ക്രിപ്റ്റ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ റിവ്യൂസ് കൊണ്ട് കുറെ സിനിമകൾക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പലരും പറയുന്നത് ഒരു വെൽ ഡെവലപ്ഡ് ആയ സ്ക്രിപ്റ്റ് ഇല്ല, അങ്ങനത്തെ പറയാൻ, അല്ലെങ്കിൽ ക്യാമറ ശരിയായില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും അതുകൊണ്ട് മാത്രം ഒറ്റയടിക്ക് നമുക്ക് അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. വേറെ സംഭവം അറിയാമോ, എന്റെ ഒരു അഭിപ്രായത്തിൽ റിവ്യൂ ഉണ്ടെന്ന് ഒരു പടത്തിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം റിവ്യൂ കൊണ്ട് ഒരുപാട് മോശം എന്ന് പറഞ്ഞ പടങ്ങൾ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. എനിക്ക് ആ പടം കാണണം, എനിക്ക് ഇഷ്ടമുണ്ട്, ആ പടം കാണണം തോന്നിക്കഴിഞ്ഞാൽ ഒരു റിവ്യൂ കണ്ടിട്ട് വിലയിരുത്താതെ നമ്മൾ വരുന്ന കണ്ടിട്ട് വിലയിരുത്തണം. അതായത് റിവ്യൂ കൊണ്ട് ഒരു പടം നഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല, പേഴ്സണലി തോന്നിയിട്ടില്ല. അല്ല, ഒരു ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഈ ക്രൂ ഇത്രയും വരിക്കും, നമ്മൾ ഇത്രയും പേരും പലതരം ഡ്രസ്സല്ലേ, പലതരം നിറങ്ങളല്ലേ, അപ്പൊ പല അഭിരുചികളാണ്. അപ്പൊ ഒരാളുടെ അഭിരുചി കണ്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, വിലയിരുത്തരുത്. ഇപ്പം മച്ചാ പറഞ്ഞ കണക്ക് റിവ്യൂ കണ്ടുകൊണ്ടൊന്നും പടം പരാജയപ്പെട്ടു പോകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഭീഷ്മമുള്ളൂ. അങ്ങനെ പല റിവ്യൂസും പല ഉദ്ദേശത്തിൽ പറയുന്നത്. കാര്യം സത്യത്തെക്കാൾ കൂടുതൽ പ്രചരിക്കുന്നത് കള്ളക്കഥകൾ. അതുകൊണ്ട് അതിന്റെ പുറകെ പോകുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഉണ്ട്. അപ്പൊ നമ്മുടെ പടം എന്ന് പറഞ്ഞാൽ ഈ 5 കോടിക്ക് അകത്തോട്ടൊരു പടം. അപ്പം
ഞങ്ങളെ അങ്ങനെ ആക്രമിക്കരുത് അല്ലെ? അതെ, ഞങ്ങളെ അങ്ങനെ ആക്രമിക്കരുത്. കാരണം ഞങ്ങൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് 10-40 ദിവസം പറഞ്ഞപ്പോൾ നമുക്ക് ഊണ് ഉറപ്പൊന്നുമില്ല ചെയ്ത സംഭവം. പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ റിവ്യൂ കണ്ടോണ്ടല്ല, നിങ്ങൾ കണ്ട് ഒന്ന് വിലയിരുത്തുക. കാര്യം ഞാനും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ചെയ്ത പടങ്ങളുണ്ട് അല്ലെ, അത് ഫാമിലി സെറ്റ്. അതിന്റെ ഒരുപടി മുന്നിൽ നിൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങൾ പ്രേക്ഷകർ.